ഈ പ്രതിപക്ഷ നേതാവാണ് ഏറ്റവും വിശ്വാസയോഗ്യമായി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ദത്താത്രേയ ADGP കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇന്ന് അതേ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളം ഞെട്ടുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന്. അതറിയേണ്ടതല്ലേ? ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ടത് ഈ സർക്കാരിൻ്റെ ഔദ്യോഗികമായ വിവരശേഖരണത്തിൻ്റെ ഭാഗമായി കിട്ടുന്നുണ്ടാകാം. അത് സർക്കാരിന് രഹസ്യമാക്കി വയ്ക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു പ്രമുഖൻ വരുന്നു, അതൊരു ബിസിനസ്സുകാരനാണ്, അത് മുഖ്യമന്ത്രിയുടെ സ്ഥലമായ കണ്ണൂരിൽ നിന്നാണ്, അയാളും ADGPയുമാണ് റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ ഇനി അത് ഈ പറയുന്ന കേരള സമൂഹം അറിയേണ്ടതാണ്. അതറിയിക്കേണ്ട ധാർമ്മികമായ ബാധ്യത മുഖ്യമന്ത്രിയിൽ മാത്രം നിക്ഷിപ്തവുമല്ലേ? ഒരിക്കലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിക്ഷിപ്തമല്ല. ഇതൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ ബാധ്യതയും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വവും VD സതീശന് തന്നെയാണ്, പ്രതിപക്ഷ നേതാവിന്. അല്ല, ഇതേ ആരോപണത്തിന്റെ മേലല്ലേ ഇപ്പോൾ DGPയും ഇതേ ആരോപണത്തിന്റെ മേലല്ലേ ഇപ്പോൾ DGPയും അന്വേഷിക്കാൻ നിർബന്ധിതമായിരിക്കുന്നത്. ഇപ്പോൾ ഒരല്പം മുൻപ് ഈ സെക്രട്ടേറിയറ്റിൽ DGPയുമായും അതുപോലെ തന്നെ മനോജ് എബ്രഹാമുമായും ഒക്കെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തേണ്ടി വന്ന സാഹചര്യത്തിന്റെ ആദ്യ വെടിപൊട്ടിച്ചത് സതീശനാണ്. അത് ആരോപണമാണെങ്കിൽ അങ്ങനെ തന്നെ തള്ളിക്കളയേണ്ടതാണ്. ഇന്നിപ്പോൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കം പറഞ്ഞിരിക്കുകയാണ് ആ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടെടുക്കണമെന്ന്. അല്ല, തീർച്ചയായിട്ടും നമ്മളിതിനെ ചർച്ച ചെയ്ത VD സതീശൻ ആദ്യം പറഞ്ഞത് സാങ്കേതികപരമായിട്ടാണ്. PV അൻവർ അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷേ എനിക്ക് പറയാൻ വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. ദയവായിട്ട് വേണു അതിന് സമയം തരണം. ഒന്ന്, VD സതീശൻ്റെ RSS ബാന്ധവം എന്താണെന്നുള്ളൊരു RSSന്റെ നേതാക്കളും BJPയുടെ നേതാക്കളും ചർവിത ചരണം പോലെ ഇന്നലെ മാധ്യമങ്ങളോടെല്ലാം പറയുന്നുണ്ട്. V മുരളീധരൻ അതിലേക്ക് വരാം. അങ്ങന്റെ ചോദ്യത്തിന് വഴങ്ങണം. ഈ പ്രമുഖൻ ആര്? അത് പറയേണ്ട ഉത്തരവാദിത്തമാർക്ക് വഴങ്ങും? ആ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനാ. അദ്ദേഹം വെളിപ്പെടുത്താനായിട്ട് ബാധ്യസ്ഥനാണ്. ഇനി അദ്ദേഹം പറഞ്ഞേ തീരൂ. അതെങ്ങനെയാ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ ആരോപണം ഏതെല്ലാം രീതിയിലുള്ള നുണക്കഥകൾ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ പല രീതിയിലും. അപ്പൊ അദ്ദേഹത്തല്ലേ പറയേണ്ടത്? ഇല്ല, രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനേ കഴിയില്ല. ഒന്ന്, ദത്താത്രേയ ADGP കൂടിക്കാഴ്ച, അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തുവിട്ടത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് പൊതുസമൂഹം അതറിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM രാഷ്ട്രീയ നേതൃത്വം അടക്കം ആ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നതും, അല്ലേ? അപ്പൊ അതുകൊണ്ട് CPMന് തന്നെ തർക്കമില്ല സതീശന്റെ വിശ്വാസ്യതയിൽ. പിന്നെ റജി ചോദ്യം ചെയ്തിട്ട് എന്ത് ഫലം? ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന റാം മാധവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വ്യവസായ പ്രമുഖനും ADGPയുടെ ഒപ്പമുണ്ടായിരുന്നു എന്നത് ഉണ്ടയില്ല വെടിയല്ല. കാരണം നേരത്തെ ഈ അൻവറിന്റെ മേലാണല്ലോ ഇപ്പോൾ ഈ ദത്താത്രേയ വിവാദത്തിൽ യഥാർത്ഥ വിവരം ആദ്യം കിട്ടിയാൽ എന്ന പദവി ചാർത്തി കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചൊരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് വളരെ മുന്നേ തന്നെ ഈ PV അൻവർ പിണറായിയുടെ വിശ്വസ്ത ഒരു കാവൽ നായയെ പോലെ കഴിയുന്ന കാലഘട്ടത്തിൽ VD സതീശൻ ഉന്നയിച്ചതാണ്. ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലൊരു മന്ത്രി കൂടി ഉണ്ട് എന്ന കാര്യമുണ്ട്. അതും ഇപ്പോൾ സതീശൻ പറയുന്നില്ല, വഴിയെ അതും പുറത്തു വരുമെന്ന് പറയുന്നു. അങ്ങനെ വഴിയെ ഈ പ്രമുഖന്റെ പേരും പുറത്തു വരും. അങ്ങനെ വഴിയെ പുറത്തു വന്ന് മോശമാകണോ, അതോ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? അല്ല, നിരുത്തരവാദമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇപ്പൊ നല്ല അവസരമാണ്. മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം കൊടുക്കാനൊരു കഠിന ശ്രമം നടത്തുമ്പോൾ ഇന്നയാളുണ്ടായിരുന്നു ദത്താത്രേയമായിട്ട് കോവളത്ത് വെച്ച കൂടിക്കാഴ്ചയിൽ, ഞാൻ എന്താ തെളിവുകൾ പുറത്തുവിടുന്നു എന്ന് പറയുമല്ലേ? അതല്ലല്ലോ രാഷ്ട്രീയം. നിങ്ങളെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു, നിങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുന്നു എന്നതാണ് രാഷ്ട്രീയം. ആരാണ് മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്? ഇപ്പൊ മുൾമുനയിൽ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ചാണ്ടി ഉമ്മൻ BJPയുടെ അഭിഭാഷക പാനലിലെ അംഗമായിരിക്കും. ചെറിയ കാര്യങ്ങളിലേക്ക് വരരുത്. അതിൽ ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞോട്ടെ, നേരത്തെ എന്തോ വന്ന അല്ലല്ല, നേരത്തെ വന്ന പാനൽ ഉൾപ്പെട്ടതാണ് എന്ന്. അല്ലല്ല, അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ വിഷയം. അതല്ല വിഷയം. ഈ വിഷയത്തിൽ നിൽക്കൂ, ഈ വിഷയത്തിൽ നിൽക്കൂ. ഇവിടെ സതീശന്റെ രാഷ്ട്രീയം തന്നെയാണ് ശരി. നിങ്ങളെ മുൾമുനയിൽ നിർത്തി നിങ്ങളെ കൊണ്ട് തന്നെ അത് പറയിക്കുന്നു. അല്ല, നിങ്ങള് ബഹുമാനപ്പെട്ട വേണു മുൾമുന എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? കേരളത്തിലെ പ്രമുഖരായ MP BJPയിലേക്ക് ചേരാൻ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതും ഡൽഹിയിൽ എഡീഷണൽ. എന്തുകൊണ്ടാണ് ഡൽഹി എഡീഷണൽ റിപ്പോർട്ട് ചെയ്തത്? ദേശീയ പ്രാധാന്യമുണ്ട് അതിനകത്ത്. അത് നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാത്തതുകൊണ്ട് അതല്ലേ ചർച്ചയുണ്ട്. അപ്പൊ മുൾമുന നിൽക്കുന്ന ആരാ? ആ പാർട്ടിയാ. മുൾമുനയൊന്നും അല്ല. അവർ BJPയുടെ ആളിനെ ജയിപ്പിച്ചു വിട്ടാ. എവിടെ? തൃശ്ശൂര്. ഞങ്ങളുടെ വോട്ടുകൾ കുറെ CPMനും CPIക്കും പോയിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളല്ലേ VD സതീശൻ.